സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം. ലെ റബ്ബർ കമ്പനിയിൽ ഉപയോഗിച്ച തരത്തിൽ ടോയ്ലറ്റിൽ ഒരു നാപ്കിൻ കണ്ടെത്തി. ഇത് ആരുടേതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നടത്തിയ പരിശോധന കേരളത്തെ നാണിപ്പിക്കുന്നതായിരുന്നു. വനിതാ ജീവനക്കാരുടെ വസ്ത്രമുറിഞ്ഞ് പരിശോധിക്കൽ. വനിതാ ജീവനക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇത്തവണ ചർച്ച ചെയ്യുന്നത്. ഡിസംബർ 11 കൊച്ചി സെസ്സിൽ മനുഷ്യനെ ലജ്ജിപ്പിക്കുന്ന സംഭവം നടന്നത്. ടോയ്ലറ്റിൽ ഉപേക്ഷിച്ച നാപ്കിൻ ഉപയോഗിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ കമ്പനിയിലെ സൂപ്പർവൈസർ അടക്കമുള്ളവർ തയ്യാറെടുത്തു. മാസമുറക്കാരിയെ തിരിച്ചറിയാൻ 3-ാം മുറയാണ് അവർ പുറത്തെടുത്തത്. ഓരോ ജീവനക്കാരിയെയും സ്വകാര്യ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ അടിവസ്ത്രം അഴിച്ചു പരിശോധിച്ചു. നിരപരാധിത്വം തെളിയിക്കാൻ പലരും സ്വമേധയാ തയ്യാറായി എന്നാണ് കമ്പനി അധികൃതർ ആദ്യം പറഞ്ഞത്. തുണിയുരിയുമ്പോൾ തൊലിയുരിയുന്നത് പോലെയാണ് അനുഭവപ്പെട്ടതെങ്കിലും ആദ്യം പരാതിപ്പെടാൻ ആരും തയ്യാറായില്ല. ട്രേഡ് യൂണിയൻ സംഘടനകൾ ശക്തമായ കേരളത്തിൽ ഈ വനിതാ തൊഴിലാളികൾ മൗനം പാലിച്ചതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ടായിരുന്നു. മാറിയ കാലത്ത് തൊഴിൽ സംസ്കാരത്തിന് അനുയോജ്യമായ ട്രേഡ് യൂണിയൻ കെട്ടിപ്പടുക്കുന്നതിൽ തൊഴിലാളി സംഘടനകൾ എത്രത്തോളം വിജയിച്ചു എന്ന് ആത്മപരിശോധന നടത്തണം. ആഗോളവൽക്കരണത്തെയും സ്വകാര്യവൽക്കരണത്തെയും പഴിചാരി കടമകളിൽ നിന്ന് യൂണിയനുകൾ മാറി നിൽക്കുമ്പോൾ ചോദിക്കാനും പറയാനും ആളില്ലാതെ പാവം സ്ത്രീകൾ വസ്ത്രാക്ഷേപത്തിന് ഇടയാകുന്നു. അസംഘടിത മേഖലയിലെ തൊഴിൽ ചൂഷണം എല്ലാ പരിധിയും ലംഘിക്കുമ്പോൾ കടലാസിൽ അച്ചടിച്ചു വെച്ച മഷിപ്പാട് മാത്രമായി നിയമം ഒതുങ്ങുന്നു. കാളയ്ക്കൊപ്പം നുകം കെട്ടി കർഷക തൊഴിലാളിയെ പാടത്തിറക്കിയ കാലം തിരിച്ചുവരികയാണ്. നേരത്തെ അടിയാനെ പേടിപ്പിക്കാൻ വടിയായിരുന്നെങ്കിൽ നിയമം കാട്ടിയും കമ്പനി അടച്ചിടുമെന്ന് പേടിപ്പിച്ചും സസ്പെൻഷൻ അടിച്ചു നൽകിയും പുതിയ ഫ്യൂഡൽ മുതലാളിമാർ സ്ത്രീ ജീവനക്കാരെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രതികരിച്ചാൽ ഏത് നിമിഷവും തൊഴിൽ നഷ്ടപ്പെടാമെന്ന അവസ്ഥയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർ നടുവളച്ച് ഇരിപ്പ് തുടർന്നു. നിന്ന് ജോലി ചെയ്യുന്നവർ കാല് കഴച്ചാലും നിൽപ്പ് തുടരുന്നു. സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ പലപ്പോഴും സ്പെഷ്യലി എക്സ്പ്ലോയിറ്റേഷൻ സോണുകളായി തീരുകയാണ് പതിവ്. ഇവിടെ പലപ്പോഴും പരാതി ഉയരാറില്ല. പരാതി ഉയർന്നു കേട്ടാൽ തന്നെ അന്വേഷിക്കുന്നത് സെസ് ഡെവലപ്മെൻറ്റ് കമ്മീഷണറായിരിക്കും. അവരുടെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാവട്ടെ പലപ്പോഴും മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായിരിക്കും. ചെറിയ കൂലിക്ക് വലിയ പണിയാണ് സ്ത്രീകൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. UGC നിശ്ചയിക്കുന്ന ജോലി ചെയ്തില്ലെങ്കിലും UGC ശമ്പളത്തിനായി കോളേജ് അധ്യാപകർ കേരളത്തിൽ സമരം ചെയ്യുന്നുണ്ട്. കേരളത്തിലെ സ്വകാര്യ മാനേജ്മെൻറ്റ് കോളേജുകളിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർക്ക് കൊടുക്കുന്ന ശമ്പളത്തെക്കുറിച്ചുകൂടി ഈ സമരക്കാർ അറിഞ്ഞിരിക്കണം. പലരുടെയും ശമ്പളം 3000-ലാണ് ആരംഭിക്കുന്നത്. പ്രീ പ്രൈമറി സ്കൂളുകളിലും അംഗൻവാടികളിലും ആതുര മേഖലയിലും കുറഞ്ഞ തുകയിൽ മണിക്കൂറുകൾ നീളുന്ന ജോലിയാണ് സ്ത്രീകൾക്ക് ചെയ്യേണ്ടി വരുന്നത്. സ്ത്രീകൾ എവിടെ ജോലി ചെയ്യുന്നുണ്ടോ കേരളത്തിൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, ഞാൻ ഈ പൊതുപ്രവർത്തകയായതുകൊണ്ട് സ്ത്രീകൾ എവിടെ ജോലി ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ടെക്സ്റ്റൈൽ മേഖല എടുക്ക്. ഞാൻ എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന ഒരാളാണ്. 10,000-കണക്കിന് സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ടെക്സ്റ്റൈൽ മേഖല. ഞാൻ കഴിഞ്ഞ വർഷമാണെന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്, ഇതൊരു മാധ്യമം ഇതുകൊണ്ട് ഞാൻ പറയില്ല, ഞാൻ ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ കയറി സംസാരിക്കാനിടയപ്പോൾ ആ കുട്ടി വല്ലാതെ നിന്ന് ഞെരുവിരി കൊള്ളണ്ടപ്പോൾ ചോദിച്ചു എന്താ പറ്റിയെന്ന് വെച്ച്. എൻ്റെ ചേച്ചിയൊന്നും ബാത്റൂമിൽ പോകാൻ പറ്റില്ല. കാലത്ത് വന്നപ്പോൾ തുടങ്ങി നിൽക്കേന്. രാവിലെ 8 മണിക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറിയപ്പോൾ തുടങ്ങി നിൽക്കണേന്. സ്റ്റൂൾ ഇട്ട് കൊടുക്കില്ല. ആ നിപ്പ് തൊണ്ട വരണ്ട് പോയാൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പാടില്ല. വെള്ളം കുടിച്ച ബാത്റൂമിൽ പോകണമെന്ന് തോന്നൂലേ. ബാത്റൂം പൂട്ടി താക്കോല് മാനേജറുടെ കയ്യിലാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം ഒരു 1/4 മണിക്കൂറോ 20 മിനിറ്റോ ആണ് ആ ബാത്റൂം തുറന്നു കൊടുക്കണം. അന്നേരം മാത്രമേ ബാത്റൂമിൽ പോകാൻ പറ്റൂ. പിന്നെ മുഴുവൻ ടൈമും നിൽക്കുകയാണ്. അപ്പോൾ ആ ജോലി ചെയ്യുന്ന സ്ത്രീക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരാം. ഇത് ജന്മനാ ഉള്ള ഒരു സംഭവമല്ലേ. അങ്ങനെയുള്ള ടൈമിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിനുണ്ടാകുന്ന അസ്വസ്ഥത, ഈ സമയങ്ങളിൽ സ്ത്രീക്ക് വേണ്ട റെസ്റ്റ് കൊടുക്കണമെന്ന് തന്നെ നിയമത്തിൽ പറയുന്നുണ്ട്. ഒരു ഗർഭിണിയായ സ്ത്രീക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഉണ്ടാകുന്ന മാസമുറ സമയങ്ങളിൽ വരുന്ന സമയത്ത് ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണത്തിൻ്റെ അതനുസരിച്ച് കൊടുക്കേണ്ട റെസ്റ്റ്, ഇതൊക്കെ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇത് സ്ത്രീ കൊടുക്കണ്ട കേരളത്തിൽ. പീലിംഗ് ഷെഡുകളിലും കശുവണ്ടി ഫാക്ടറികളിലും മണിക്കൂറുകളോളം ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ കുറഞ്ഞ കൂലിയോടൊപ്പം വലിയ രോഗങ്ങളും വനിതാ തൊഴിലാളികൾക്ക് ലഭിക്കുന്നു. ലേബർ കമ്മീഷൻ പ്രതിനിധികൾ പരിശോധനയ്ക്കെത്തുമ്പോൾ സ്ഥാപനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുകയാണ് പതിവ്.
സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ അവകാശങ്ങൾ പിടിച്ചു വാങ്ങിയ നാടാണ് കേരളം. ജോലി സ്ഥിരത, ശമ്പള വർധനവ്, ബോണസ് തുടങ്ങിയ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാട്ടങ്ങളാണ് ട്രേഡ് യൂണിയനുകൾ നടത്തിയത്. എന്നാൽ അസംഘടിതരായ വനിതാ ജീവനക്കാരുടെ കാര്യത്തിൽ നമ്മുടെ ട്രേഡ് യൂണിയനുകൾക്ക് എന്താണ് സംഭവിച്ചത്? തൊഴിലാളികളുടെ മക്കൾക്ക് നല്ല ഭക്ഷണം കഴിക്കാനും നല്ല വസ്ത്രം ധരിക്കാനും മികച്ച വിദ്യാഭ്യാസം നൽകാനും കഴിയുന്നുണ്ട്. എന്നാൽ അസംഘടിത മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അത്ര സുഖമുള്ളതല്ല. കുറഞ്ഞ കൂലി നൽകുന്നു എന്ന് മാത്രമല്ല, സ്പെഷ്യൽ എക്കണോമിക് സോണിലും പല വസ്ത്രശാലകളിലും ടോയ്ലറ്റിൽ പോകുന്നതിന് പോലും നിയന്ത്രണമുണ്ട്. അനുവദിച്ചതിനേക്കാൾ കൂടുതൽ സമയം ടോയ്ലറ്റിൽ ചെലവഴിക്കേണ്ടി വന്നാൽ കുറഞ്ഞ ശമ്പളം വീണ്ടും കുറയും. സ്ത്രീ എവിടെ ജോലി ചെയ്യുന്നു അതെല്ലാം വോളണ്ടറി സർവീസ് ആണോ എന്ന് പറഞ്ഞാൽ എന്താ മര്യാദ? അവർക്ക് ജോലി ചെയ്താൽ ശമ്പളം കൊടുക്കണ്ടേ? അവരും മനുഷ്യരല്ലേ? അവർ കുടുംബം പോറ്റാനല്ലേ ജോലിക്കല്ല? അവരുടെ ശാരീരികമായുള്ള പീഡനം ഇപ്പം NREG 99% സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. ചപ്പും ചവറുമാന്തലല്ലേ അവരുടെ ജോലി. വീട്ടിലെ ചവറുമാന്തികൾ നാട്ടിൽ ചവറുമാന്തി അതിനനുസരിച്ച് കൂലിട്ട് പണിയെടുത്ത കാശ് എത്ര നാളായി സർക്കാർ കൊടുക്കാൻ നിൽക്കണം? 15 ദിവസം കഴിഞ്ഞാൽ പണിയെടുത്ത കാശ് കിട്ടിയാൽ പലിശ സഹിതം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അത് കൊടുക്കണ്ട, ഇത് മാസങ്ങളായിട്ട് കൊടുക്കണ്ട. തൊഴിലാളികൾ സംഘടിച്ചാൽ അവർ ശക്തരാകുമെന്നും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുമെന്നും അറിയാവുന്ന മാനേജ്മെൻറ്റ് ആദ്യമേ ഒരു ഉപാധി മുന്നോട്ട് വെച്ചു. സെസ്സിനുള്ളിൽ യൂണിയൻ പ്രവർത്തനം പാടില്ല. ഈ ഫത്വ ലംഘിച്ചാൽ പടിക്ക് പുറത്തായിരിക്കും സ്ഥാനമെന്ന് അവർ ഉറപ്പിച്ചു. വാസന്തിയുടെ ജീവിതം ഈ ഉദാഹരണമാണ് നമുക്ക് കാട്ടിത്തരുന്നത്. സെസ്സിലെ റബ്ബർ പ്രൊഡക്റ്റ് കമ്പനിയിൽ 10 വർഷം ജോലിക്കാരിയായിരുന്ന വാസന്തിയെ ഒരു ദിവസം വൈകുന്നേരം മാനേജ്മെൻറ്റ് പിരിച്ചുവിടുകയായിരുന്നു. AITUCയുടെ ഘടകം സെസ്സിൽ രൂപീകരിക്കാൻ മുന്നിട്ടിറങ്ങി എന്നതായിരുന്നു മാനേജ്മെൻറ്റ് വാസന്തിയിൽ കണ്ടെത്തിയ കടുത്ത അപരാധം. തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് 4 മാസം സെസ്സിന് മുന്നിൽ സത്യാഗ്രഹം നടത്തി. കമ്പനിയുടെ മർക്കടമുഷ്ടിക്ക് മുന്നിൽ തോറ്റ് സമരത്തിൽ നിന്നും പിന്തിരിഞ്ഞ വാസന്തി ഇപ്പോൾ കാക്കനാടുള്ള ഒരു ഫ്ലാറ്റിലെ ജീവനക്കാരിയാണ്. യൂണിയനായി കഴിഞ്ഞപ്പം എന്നെ സസ്പെൻഡ് ചെയ്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത് പ്രശ്നം 20 പടി സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിൽ ഞങ്ങൾ ലോഡ് കയറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ ഒറ്റയ്ക്ക് നിർത്തുമായിരുന്നു യൂണിയൻകാരാണെന്നും പറഞ്ഞ്. ഒറ്റയ്ക്ക് നിർത്തി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റൂല, ആരെങ്കിലും കൂടെ വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കൂടെ ആളെ വിട്ടില്ല, ഞങ്ങളെ കൊണ്ട് തന്നെ കയറ്റിച്ചല്ല. അത് കഴിഞ്ഞ് അവർ പോയി 4:30 ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങളോട് എന്നോട് മാത്രം നിൽക്കാൻ പറഞ്ഞിട്ട് ഒരു 5:30 ആയിട്ടൊക്കെ അവർ കൊണ്ടുവന്ന് സസ്പെൻഡ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് പേപ്പർ തന്നു. അങ്ങനെ ഞങ്ങൾ എന്നെ പുറത്താക്കിയത്. സെപ്സിൻ്റെ വാതിക്ക സമരം ഇരുന്നു. തിരിച്ചെടുക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ യൂണിയൻകാരൊക്കെ അപേക്ഷയൊക്കെ വെക്കുക, എല്ലാം സമരമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. ഞങ്ങളുടെ ഇവിടെ തന്നെ ബാത്റൂമൊക്കെ അടച്ചിടുമായിരുന്നു. അവർ ബാത്റൂമിൽ പോകാനായിട്ട് പിള്ളേർ എന്നാൽ ചാവി വെച്ച് പൂട്ടിയൊക്കെ ഇടുമായിരുന്നു ഞങ്ങളുടെ മാഡം. സെസ്സിലെ ജോലിക്കാരിയായി പാലായിൽ നിന്നും എറണാകുളത്തെത്തിയ വാസന്തി വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കമ്പനിയിൽ നിന്നും പിരിച്ചുവിട്ടെങ്കിലും ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇത് ഒരു വാസന്തിയുടെ കഥ മാത്രമല്ല. നിരവധി വാസന്തിമാരാണ് കണ്ണീരോടെ സെസ്സിൻ്റെ പടിയിറങ്ങിപ്പോയത്. വസ്ത്രമഴിച്ചുള്ള പരിശോധന പല സ്ത്രീകളെയും മാനസികമായി തകർത്തു. മനസ്സിൽ ആഴത്തിൽ മുറിവേൽക്കുന്നത് ചേല അഴിക്കുന്ന ദുശാസന വേഷക്കാർക്ക് ഉള്ളിൽ തട്ടിയില്ല. അസ്മ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പുരുഷ സഹപ്രവർത്തകർ അവരുടെ ദുഃഖത്തിൽ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പരാതി നൽകാൻ സ്ത്രീകൾ മാത്രം പോയാൽ മതിയെന്ന് അവർ പറഞ്ഞു. ഞാനവിടെ സ്ത്രീകൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ട്. അപ്പോൾ ഞാൻ അവരോട് നമുക്ക് സ്ത്രീകളുടെ ഒരു സംഭവം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അവർ മാറി നിന്നിട്ട് ഇത് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് അവരുടെ സംസാരത്തിൽ തന്നെ മനസ്സിലായി. ഞാൻ തന്നെ ഒരു 10-20 വർഷത്തോളമായി അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകർക്ക് ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മൾ അതിനുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ തൊഴിലാളികൾ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും അന്വേഷണത്തിന് വരുന്നത് അവർ ഈ അധികാരികളും അനുകൂലമായിട്ട് കൂട്ടുചേർന്നിട്ട് അവർ നിശ്ചയിക്കുന്ന തൊഴിലാളികളെയും അവർ നിശ്ചയിക്കുന്ന മാനേജ്മെൻറ്റ് സ്റ്റാഫുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയായിട്ട് ആണ് ഇവർ എൻക്വയറിക്ക് അവരെ ഈ അധികാരികൾ ഈ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അന്വേഷണത്തിന് വരുന്ന ആൾക്കാർക്ക് മുന്നിൽ എത്തിക്കുന്നത് അവർ നിശ്ചയിക്കുന്ന പ്രകാരം. പോലീസിൽ പരാതി നൽകാൻ പല സ്ത്രീകളുടെയും ഭർത്താക്കന്മാർ നിർബന്ധിച്ചു. പരാതി നൽകിയാൽ ജോലി നഷ്ടമാകുമെന്ന ആശങ്ക ഒരു വശത്ത്, അപമാനഭാരം താങ്ങാനാവാതെ തുണിയുരിഞ്ഞവരുടെ കീഴിൽ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ മറുവശത്ത്. ഒടുവിൽ എന്തും വരട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് നാണം കെടുത്തിയ നടപടിക്കെതിരെ പരാതി നൽകാൻ 16 സ്ത്രീകൾ തയ്യാറായി. സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ ചെറിയൊരു ഇടവേള.